40 വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ചെറുതുരുത്തി, ചേലക്കര, പഴയന്നൂർ, ഓട്ടുപാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ. ഇന്ത്യയിലെ തന്നെ പ്രമുഖ സിമന്റ് ബ്രാൻഡുകളായ ACC, അൾട്രാടെക്, ഡാൽമിയ, ഭാരതി, ചെട്ടിനാട്, മലബാർ തുടങ്ങിയ ബ്രാൻഡുകളുടെ ഓതറൈസ്ഡ് ഡീലർ. ടാറ്റ ടിസ്കോൺ, കൈരളി, കളിയത്ത്, ശ്യാം സ്റ്റീൽ, അഗ്നി, വൈശാഖ്, പ്രിൻസ് തുടങ്ങി TMT ബ്രാൻഡുകളുടെ ഡീലർ. GIGP ബ്രാൻഡുകളായ ടാറ്റ സ്ട്രക്ചറ, അപ്പോളോ, ജെയിൻ ട്യൂബ്സ്, റൂഫിംഗ് ഷീറ്റ് ബ്രാൻഡുകളായ ടാറ്റ, JSW, ഏഷ്യൻ തുടങ്ങിയവയും. റെനോകോൺ AAC ബ്ലോക്കുകൾ, ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോർസ്, സ്ട്രക്ചറൽ മെറ്റീരിയൽസ്, I-beam, C-channel, ആംഗിൾ, ഫ്ലാറ്റ് തുടങ്ങിയവയും ലഭിക്കുന്ന തൃശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. കോൺടാക്ട് 9447175304. വെള്ളാറ്റഞ്ഞൂർ ഹരിജൻ കോളനി ചെറുക്കുന്നിൽ മൊബൈൽ ഫോൺ ടവറിന് കുഴിയെടുക്കുന്നത് പ്രദേശവാസികൾ തടഞ്ഞു. കുഴിയെടുക്കുന്നത് പ്രദേശത്തെ കുടിവെള്ള വിതരണ ടാങ്കുകളുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു തടഞ്ഞത്. വേലൂർ പഞ്ചായത്തിലെ 4 വാർഡുകളിലേക്കുള്ള കുടിവെള്ള ടാങ്കുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ടവറിനായി കുഴിയെടുക്കുന്നത്. ടാങ്കിനോട് ചേർന്ന് 2.5 മീറ്റർ താഴ്ചയിൽ T ആകൃതിയിലാണ് കുഴിയെടുക്കുന്നത്. ബലക്ഷയമുള്ള മണ്ണായതിനാൽ ടാങ്ക് മണ്ണിടിഞ്ഞ് നിലം പതിക്കുവാൻ സാധ്യതയുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. കാലപ്പഴക്കമുള്ള ടാങ്ക് 2004-ലാണ് ബലപ്പെടുത്തിയത്. അടിഭാഗം കരിങ്കൽ കെട്ടിയുയർത്തിയ ടാങ്ക് കുഴിയെടുക്കുന്നതിനാൽ തകർച്ചാ ഭീഷണി നേരിടുകയാണ്. തൊട്ടടുത്തു തന്നെ കുന്നംകുളം MLA AC മൊയ്തീന്റെ 2022-2023 വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ടാങ്കും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ടാങ്കും കുഴിയെടുത്തതിനാൽ വലിയ സുരക്ഷാ ഭീഷണിയാണ് നേരിടുന്നത്. പഞ്ചായത്ത് അംഗം ശ്രീമതി ജനാർദ്ദനന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആ ടാങ്ക് കുറച്ച് പഴക്കമുള്ള ടാങ്കാണ്. അതിൻ്റെ നടുക്കിൽ ടവർ കുഴിച്ചിട്ട് ആ ടാങ്കിന് എന്ത് സംഭവിക്കാന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ പരിസരത്ത് കുറേ വീടുകളുണ്ട്. അതൊരു ഭീഷണിയായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ കളക്ടറേറ്റിലേക്കും വില്ലേജിലേക്കും പഞ്ചായത്തിലേക്കും 3 സ്ഥലത്തേക്കും ഞങ്ങൾ അപേക്ഷ വയ്ക്കുകയും അതിൻ്റെ ഒന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ പോലീസിൽ നിന്ന് ജോലിക്കാർ വന്നിട്ട് പറഞ്ഞത് ഇവിടെ പണി തുടങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പണി തുടങ്ങുകയാണ് പറഞ്ഞിട്ട് അവർ പണി തുടങ്ങി. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അത് നിർത്തി വെച്ചിട്ടുണ്ട്. ഈ 2 ടാങ്കിനും ബലക്ഷയം വന്നാൽ അതിൻ്റെ താഴത്ത് ചെറിയ ചെറിയ വീടുകൾ എല്ലാം നശിച്ചു പോകും. ഈ മഴക്കാലത്ത് അത് എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. ഇതിൻ്റെ മുതലാളിയുടെ പേര് ജോബ് എന്നാണ്. ജോബ് പറഞ്ഞത് എൻ്റെ സ്ഥലത്ത് എന്ത് ചെയ്യണതെന്ന് എനിക്ക് ജനങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ്. അയാളുടെ വീട്ടിൽ ഞങ്ങൾ ചെന്ന് കണ്ടപ്പോൾ എൻ്റെ സ്ഥലം ഞാൻ കൊടുത്തു കഴിഞ്ഞു, ഇനി എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല, നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളെ എന്ന് പറഞ്ഞിട്ട് അയാൾ പോവുകയും ചെയ്തു. നിലവിൽ കുന്നിന്റെ പല ഭാഗവും മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന പ്രദേശം കൂടിയാണ്. കുന്നിന് താഴെ നിരവധി വീടുകളാണ് സ്ഥിതി ചെയ്യുന്നത്. ടാങ്ക് തകരുകയാണെങ്കിൽ താഴ്ഭാഗത്തുള്ള പ്രദേശവാസികളുടെ സ്വത്തിനും ജീവനും നാശം സംഭവിക്കും. പരാതിയെ തുടർന്ന് ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ടാങ്കിന്റെ നിലവിലെ അവസ്ഥ പരിശോധിച്ചു. എരുമപ്പെട്ടി പോലീസ് എത്തി വിവിധ വകുപ്പുകൾക്ക് നൽകിയ പരാതികൾക്ക് പരിഹാരമാകുന്നതുവരെ പണി നിർത്തിവെക്കുവാൻ നിർദ്ദേശിച്ചു.